വീട് വാഗ്ദാനം ചെയ്താണ് കൊമ്മഞ്ചേരി കാട്ടിനുള്ളിൽ നിന്ന് കാട്ടുനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി കുടുംബങ്ങളെ 2016 സർക്കാർ ചെതലയത്തേക്ക് എത്തിച്ചത്. വീടൊന്നുമില്ല. എന്താ പറയുന്നവരൊക്കെ? എന്താന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചോദിക്കുന്നുമില്ല, ചോദിക്കാനോട്ട് പോണുമില്ല. ഇന്നാളത്തെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞായിരുന്നു ഭക്ഷണം കൂലിപ്പണിക്ക് പോവും, ഇടയ്ക്ക് കിട്ടുന്ന പണിക്കൊക്കെ പോവും. റേഷൻ മേടിക്കുന്നത് കിട്ടുന്നില്ലേ? അത് ഈ മാസത്തെ അരി വന്നിട്ടില്ല. ഇപ്പൊ ഇല്ല അരി ഇന്നില്ല. ആൾക്കാരൊന്നും ആരും തരുന്നില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും കൊണ്ടുവരുന്നത് അമ്മിണി ചേച്ചി മാത്രം. അരി ഇല്ല എടുക്കാനിന്ന്. ഇനി വൈകുന്നേരം ചേച്ചി ചിലപ്പോ കൊണ്ടുവന്നാ വെക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. ബത്തേരി നഗരത്തിലാണ് മാനിക്കുനി ഉന്നതി. ഞെങ്ങിഞ്ഞെരുകയാണ് വീടുകളിൽ പല കുടുംബങ്ങളും കഴിയുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ശുചിമുറിയില്ലെന്ന പരാതി പറയേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ. അത് ബാത്റൂം ആദ്യം കെട്ടി തന്നാ മതിയായിരുന്നു. വീട് പിന്നെ പുറകിൽ നന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെവിടെങ്കിലും പറമ്പിൽ പോവും, മക്കളെവിടെ പോകാനാ? അവര് പിന്നെ ശരിയാകട്ടെ പറഞ്ഞിട്ട് നിക്ക. അപ്പൊ ഞങ്ങളും കാത്തിക്ക കെട്ടിത്തരട്ടെ എന്ന് വിചാരിച്ചിട്ട്. വയനാട്ടിൽ എത്രയോ ഇടങ്ങളിൽ മനുഷ്യർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കഴിയുന്നുണ്ട്. ഏറിയ പങ്കും ആദിവാസി വിഭാഗക്കാരാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തിരുനെല്ലിയിലെ ആശ്രമം സ്കൂളിൽ 127 പെൺകുട്ടികളെ 3 ക്ലാസ് മുറികളിൽ മാസങ്ങളോളം താമസിപ്പിച്ചത് വിവാദമായി. അവർക്ക് ഉപയോഗിക്കാൻ ഒരു ശുചിമുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും വ്യാപക വിമർശനം ക്ഷണിച്ചു വരുത്തി. എല്ലാം കഴിഞ്ഞു, അതിലൊന്നൊന്നുമില്ല, ഒരു സാധനം ഇല്ല. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഒരു ഉപ്പ് വരെ ഇല്ല. കാന്താരി പൊട്ടിച്ചിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. റേഷൻ അരി മാത്രം കൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല, അതിനെന്തെങ്കിലും കൂട്ടാൻ കൊടുക്കണ്ടേ? അത്രക്കും ഇതായിപ്പോയി ഞാനിപ്പോ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാതാക്കിയെന്ന് കേരള സർക്കാർ പലതവണ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ട്. വഴികൾ, അതേപോലെ തന്നെ കുടിവെള്ള സൗകര്യം, അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കത് പറയാനാവൂല, കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇത്തരം ദയനീയ കാഴ്ചകൾ മറച്ചുപിടിച്ചാണ് കേരള സർക്കാർ ഒരു വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയത്. ഷെഡന്നെ ആരല്ലോ കെട്ടിത്തന്നു, ആരല്ലോ കാലും കൈയും പിടിച്ചിട്ട് ഇത്രക്കില്ല ഒരു ചാപ്പയാക്കി തന്നത്. ഈ മഴയും ഇടിയും മഴയെല്ലാം വരുമ്പോ ഈ ഷെഡിന്റെ അകത്ത് തന്നെ ഒന്നുമില്ല. ഇന്നിപ്പോ കഞ്ഞി വെക്കണേ തന്നെ ആരോടെങ്കിലും വായ്പ മേടിച്ചിട്ട് വേണം വെക്കാൻ. ഞാൻ അമ്മയുടെ കാർഡിലാന്നുള്ളത്. അപ്പോൾ റേഷൻ ആയിട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് 3 ആൾക്ക് വീതം വെക്കേണ്ടത്. സങ്കടമേ ഇല്ലു. ഈ കൊച്ചു കുടുംബം എങ്ങനെയാണ് അതിദരിദ്രരല്ലാതെ മാറിയത് എന്നതിന്റെ ഉത്തരം ആർക്കും അറിയില്ല. രേഖകളിലുണ്ടാകാം, വേദികളിലുണ്ടാകാം, പക്ഷേ ജീവിതങ്ങൾ ഇങ്ങനെയാണ് നാട്ടിൽ എന്നതിന്റെ തിരിച്ചറിവാണ് ഈ റിപ്പോർട്ട്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ, പിന്നീട് ഒരുപക്ഷെ കോൺഗ്രസിൽ ഏറ്റവും ശക്തിയായ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം, ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു മന്ത്രിയുള്ള ജില്ല, ഇഷ്ടംപോലെ ഫണ്ട് പല പദ്ധതികളിലായി ചെലവഴിക്കുന്നു എന്ന് കണക്കുകൾ കാണിക്കുന്ന ഒരു സ്ഥലം.